ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയേൽക്കാനും UDFന് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാനും കാരണക്കാരായത് ആരൊക്കെയെന്ന ചോദ്യത്തിൽ ഒന്നാമത്തെ പേരുകാരൻ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, വിദ്വേഷ പ്രസ്താവനകൾ ഇതെല്ലാം LDFന് തിരിച്ചടിയായിട്ടുണ്ട്. അത് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചതുകൊണ്ടുമാണ്. അങ്ങനെയിരിക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ UDFൻ്റെ ഒരു മന്ത്രി നേരെ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് വലിയ അശ്ലീലമായി സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ വലിയ വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ബിന്ദു കൃഷ്ണയാണ് അങ്ങനെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു സംഭവവും ഉണ്ടായി. മുഖ്യമന്ത്രി VD സതീശനെ NDAയുടെ സംസ്ഥാന കൺവീനർ കൂടിയായ BDJSൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി, വരുന്ന ദിവസം വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന്. ഏതായാലും എന്താണ് ഇക്കാര്യത്തിലൊക്കെ UDFൻ്റെ നിലപാട് എന്ന് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ബിന്ദു കൃഷ്ണയോട് ഇന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ അവർ എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ നേർന്നുകൊണ്ട് അവർ ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മുന്നോട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. ദാവൂദ് സാഹിബ്, ഇത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സർക്കാർ അവർ നടത്തുന്ന ഭരണം എങ്ങനെയെന്നതിനേക്കാൾ ഉപരി അവരുടെ സമീപനങ്ങൾ, അവർ നേരത്തെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾ ഇതെല്ലാം അതുപോലെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ജനം സൂക്ഷ്മമായി വിലയിരുത്തില്ലേ? തീർച്ചയായും ഉണ്ടാവും. അവരുടെ സമീപനങ്ങൾ മാത്രമല്ല, ഈവൻ അവരുടെ എന്താ പറയുക ശരീരഭാഷ വരെ വിലയിരുത്തുന്ന ആളുകൾ വിലയിരുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നൗഫൽ തുടക്കത്തിൽ പറഞ്ഞു, വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി, തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി എന്നുള്ളത്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളല്ല ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ സാമൂഹിക കാലുഷ്യം സൃഷ്ടിക്കുന്ന, വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വിഭജനം സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിയ ആൾക്ക് നിരന്തരമായ സംരക്ഷണം ഭരണകൂടം ഒരുക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുക, അദ്ദേഹത്തിന് രക്ഷാകവചം ഒരുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അടക്കം ഈ ഭരണ നേതൃത്വത്തിൽ എല്ലാവരും ഒന്നിച്ചിറങ്ങി അദ്ദേഹത്തെ ന്യായീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ടിപ്പണി പണിയുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണേണ്ടായി. ഇപ്പം മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തി, മലപ്പുറത്ത് ഈഴവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങേയറ്റം ഗുരുതരമായുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെ ഈഴവ സമുദായം എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൽ അംഗങ്ങൾക്ക് കേരളത്തിലെ തന്നെ ഒരു ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് ശ്വാസം മുട്ടുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി ആരാണ്? ഭരണകൂടമാണ്, പിണറായി വിജയനാണ്. അങ്ങനെ ശ്വാസം മുട്ടുന്നില്ല, ഞാൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കെ ഇവിടെയുള്ള ഒരു സമുദായത്തിന് ഒരു ജില്ലയിൽ ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് അവർക്ക് ശ്വാസം എടുക്കാനുള്ള സംവിധാനം ഞാൻ ഒരുക്കും എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞും വെള്ളാപ്പള്ളി പറയാത്ത ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചു, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നു. ഇദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു വിദ്വേഷ പ്രസംഗം നടത്തുന്നു, അടുത്ത ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ മന്ത്രി P രാജീവ്, കൃഷിമന്ത്രി പ്രസാദ്, ഇങ്ങനെ ഏതാണ്ട് 1/2 ഡസനോളം മന്ത്രിമാർ ഒന്നിച്ചു ചേർന്ന് ഇദ്ദേഹത്തെ ആദരിക്കുകയാണ്. വിദ്വേഷ പ്രസ്താവന നടത്തിയ തൊട്ടടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അടക്കം 1/2 ഡസനോളം ആളുകൾ പങ്കെടുക്കുന്നു. ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് CPM നേതൃത്വവും ഭരണ നേതൃത്വവും, പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി, മന്ത്രിമാർ, MP ഗോവിന്ദൻ മുതൽ സൈബർ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾ വരെ കൂട്ടത്തോടെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഒരു തവണയോ 2 തവണയല്ല, നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അത് പോയി ഇദ്ദേഹം നസ്രാണി മുതൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം കേരളത്തിൽ രൂപപ്പെടണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഐക്യം രൂപപ്പെടണം എന്ന് പറയുമ്പോൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് ഏതാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരായി ഒരു വിശാല ഐക്യമുന്നണി കേരളത്തിൽ രൂപപ്പെടണം, സാമുദായിക ഐക്യമുന്നണി രൂപപ്പെടുന്ന പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാളണിയിക്കുന്നു, അദ്ദേഹത്തെ സ്റ്റേറ്റ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു, അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ട്, അതിൻ്റെ കൺവീനറോ ചെയർമാനോ എന്തൊരു സ്ഥാനത്ത് നിലനിർത്തുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക വിഭജനം സൃഷ്ടിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം
നിരന്തരം ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ വലിയ തോതിൽ മനുഷ്യർക്കിടയിൽ അറപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ പുരോഗമന സർക്കാർ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, നമ്മൾ മലയാളികൾ ഇങ്ങനെയല്ല ഒരു സമൂഹം മുമ്പോട്ട് പോകേണ്ടത് എന്ന് വിചാരിക്കുന്ന മനുഷ്യർ ഈ സർക്കാർ ഭരണകൂടവും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അരുതായ്മയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചിട്ടുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചത് മനസ്സിലാക്കാൻ CPM നേതൃത്വത്തിന് പറ്റിയില്ല. അവർ കൂടുതൽ ശക്തമായിട്ട് ഇതേ നിലപാടുമായിട്ട് പോയി. ഞാൻ പറഞ്ഞു, പലവട്ടം കൂടെ പറഞ്ഞാണ്, ഒരു സർക്കാർ എന്നുള്ള നിലയിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം നടത്തിയ സർക്കാരായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ സാമൂഹിക കാലുഷ്യം ഇവിടെ പടർന്നു. അതിനെതിരായിട്ടുള്ള വലിയൊരു വിധിയെഴുത്താണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ CPIM എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്താണോ ചെയ്തത്, അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് മാത്രമാണ്. അങ്ങനെ എന്തോ പറയുന്നു അല്ലെങ്കിൽ പറയാതിരിക്കുന്നു എന്നുള്ളതല്ല, അതിനോട് ഉത്തരവാദപ്പെട്ട ഭരണകൂടം എന്ത് സമീപനം സ്വീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള വിശകലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് വരുന്നൊരു കാര്യം എന്താണ്, വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള സാമൂഹ്യ വിഭജനവും അതിനോട് സർക്കാർ സ്വീകരിച്ച സമീപനമാണ്. അത് അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് നൗഫൽ പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങളുണ്ടാകുന്നത്. ഒന്ന്, VD സതീശൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ, അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള വീട്ടിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും BDJS എന്ന് പറയുന്ന NDAയിലെ ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ അധ്യക്ഷനുമായുള്ള തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് പോയി കാണുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഏതെങ്കിലും സമുദായത്തിൻ്റെ ഏതെങ്കിലും സംഘടനയുടെയും മാത്രം മുഖ്യമന്ത്രിയല്ല. ആളുകൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും, ഏത് സംഘടനാ നേതാവിനാണെങ്കിലും ആർക്കാണെങ്കിലും അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള, സമയമുണ്ടെങ്കിൽ ബാധ്യസ്ഥനായുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് സന്ദർശിച്ചു. നമ്മൾ കാണുന്നത് തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ ചെല്ലുന്നതാണ്, ലുങ്കി എടുത്താണ് മുഖ്യമന്ത്രി അങ്ങനെ സ്വീകരിക്കുന്നത്. എന്നാണ് കുമാരനാശാൻ്റെ എന്തോ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട്, ഗദ്യകൃതികളെന്നോ പദ്യകൃതികളെന്നോ എന്താണ് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട്, ഒരു ബൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഈ തുഷാർ വെള്ളാപ്പള്ളി പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചു. വ്യക്തിപരമായൊരു സന്ദർശനമാണ്, മുഖ്യമന്ത്രിയായതിനു ശേഷം കാണാൻ പറ്റിയില്ല, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ വിദേശത്തായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയെ അദ്ദേഹം സമുദായ സംഘടനാ നേതാവ് എന്നുള്ള നിലക്കാണോ പോയത്, SNDPയുടെ ഭാരവാഹി എന്നുള്ള നിലക്കാണോ പോയത്, അതല്ല BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലക്കാണോ പോയത്, രണ്ടും എന്നുള്ള നിലക്കാണോ, ഒന്നും നമുക്കറിയില്ല. എന്തു തന്നെയാലും മുഖ്യമന്ത്രി ഒരാൾക്ക് സന്ദർശനാനുമതി നൽകുന്നു, ഒരു സമുദായ നേതാവിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് സന്ദർശനാനുമതി നൽകുന്നു എന്നുള്ളത് ഗുരുതരമായ എന്തോ ഒരു സംഗതിയാണ്, ഞാൻ വിചാരിക്കുന്നില്ല. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ബിന്ദുകൃഷ്ണയുടെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ബിന്ദുകൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് വണങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് ഈ പശ്ചാത്തലം കൂടെ നമ്മൾ ഓർക്കണം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ബിന്ദുകൃഷ്ണ അടിസ്ഥാനം ഒരു കോൺഗ്രസ് നേതാവ് കൂടെയാണ്. VD സതീശനെതിരെ, കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും മാരകമായ പ്രസ്താവന ഇറക്കിയ ആളുകൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ. VD സതീശനെ വ്യക്തിപരമായി നമ്മുടെ പൊതുജീവിതത്തിൽ സാമാന്യമായിട്ട് ആരും ഏറ്റവും കൊടിയ രാഷ്ട്രീയ ശത്രുവിനെതിരെ പോലും പ്രയോഗിക്കാത്ത പ്രയോഗങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ആർക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്, VD സതീശനെതിരെ പ്രയോഗിക്കുന്നുണ്ട്. വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായി VD സതീശനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഈ നാട്ടിൽ കാലുഷ്യം ഇപ്പം ബിന്ദുകൃഷ്ണയുടെ അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ബിന്ദുകൃഷ്ണ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് MLA ആയി മന്ത്രിയായ ഒരാളാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കുകയോ ജയിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഏതെങ്കിലും നിലക്കുള്ള ഒരു പോപ്പുലർ മാൻഡേറ്റ് ഉള്ള ഒരാളല്ല. അപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ എത്രയോ മേലെ നിൽക്കുകയാണ് ബിന്ദുകൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തുള്ള മന്ത്രി. അപ്പോൾ അവരുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വെള്ളാപ്പള്ളി നടേശൻ അവരെ പോയി സന്ദർശിക്കുന്നു. അതിൽ ആർക്കും ഒരു കുഴപ്പം പറയാൻ പറ്റില്ല. ഇവിടെ അതല്ല കാണുന്നത്. ബിന്ദുകൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി ഈ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് പോയി സന്ദർശിച്ച് താണു വണങ്ങി നിൽക്കുന്ന ചിത്രമാണ് പുറത്തേക്ക് വരുന്നത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ഇത്രയും കാലം സമൂഹത്തിൽ കാലുഷ്യം പടർത്താൻ വേണ്ടി, വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി 24/7 പണിയെടുത്ത ഒരാൾക്ക് മുന്നിൽ ഒരു മന്ത്രി, ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം
താണു വണങ്ങി നിൽക്കുമ്പോൾ ബിന്ദു കൃഷ്ണ നൽകുന്ന സന്ദേശം എന്താണ്? അത് നിങ്ങൾ ഇതിനൊക്കെ എൻഡോസ് ചെയ്യുകയാണെന്നുള്ളത് തന്നെയാണ്. ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരുന്ന സർവ്വ വിദ്വേഷ പ്രസ്താവനകളെ എൻഡോസ് ചെയ്യുകയാണ് ബിന്ദു കൃഷ്ണ ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ഷീരദിനാശംസകൾ എന്ന് ട്രോളുന്നത്, എന്ന് പരിഹസിക്കുന്നത് മനുഷ്യരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള പ്രസ്താവനയാണത്. അവരുടെ സന്ദർശനങ്ങൾ, അവരുടെ യാത്രകൾ, അവർ മന്ത്രിയായിരിക്കെ സമൂഹത്തിനോട് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് അവർക്ക്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ല വേണ്ടത്. അത് അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്, പരിഹാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും എങ്ങനെയാണ് നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെ തോളിൽ കയറ്റി നടന്ന CPM ഏത് നിലക്ക് ഓഡിറ്റ് ചെയ്യപ്പെട്ടോ, വിചാരണ ചെയ്യപ്പെട്ടോ, അതിന് ശിക്ഷ അവർക്ക് ലഭിച്ചോ, ആ നിലക്കുള്ള വിചാരണയ്ക്ക് നിശ്ചയമായിട്ടും ബിന്ദു കൃഷ്ണയും അവരും വിധേയമാകേണ്ടി വരും. കാരണം ഒരു വ്യക്തിയെ സന്ദർശിക്കുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ നേതാവ് ബിന്ദു കൃഷ്ണ എന്ന മന്ത്രിയെ വന്ന് സന്ദർശിക്കുന്നത് പോലെയല്ല, അതല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിശ്ചയമായിട്ടും ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതൃത്വം അവർക്ക് ലഭിച്ച മാൻഡേറ്റ് എന്താണ് എന്ന് തിരിച്ചറിയുന്നതിൽ ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ലഭിച്ച മാൻഡേറ്റ് അത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സമുദായ സംഘടന നേതാവിനെതിരായുള്ളൊരു മാൻഡേറ്റ് അങ്ങനെയൊന്നുമല്ല. ഈ സമൂഹത്തിൽ കാലുഷ്യം വേണ്ട, കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യർ, സാമുദായിക വിഭജനം ഉണ്ടാക്കുന്ന മനുഷ്യർ, റിഗ്രസീവായിട്ടുള്ള ഫോഴ്സസ്, അവരെ മാറ്റി നിർത്തണം, അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഭരണകൂട സമീപനത്തിന് അറുതി വേണം എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് UDFന് അധികാരത്തിലേറ്റിരിക്കുന്നത്. തങ്ങളുടെ മാൻഡേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം കോൺഗ്രസ്സിനുണ്ട്, UDFനുണ്ട്. അപ്പോൾ അതിൽ വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ബിന്ദു കൃഷ്ണയുടെ സന്ദർശനത്തെ മുൻനിർത്തിയിട്ട് ഇടത് പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അതിനെതിരായിട്ട്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന നേതാവ് ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മീഡിയ വണ്ണ സവിശേഷമായിട്ട് അതിൽ പരാമർശിക്കുന്നതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശിവപ്രസാദ്. അപ്പോൾ ബിന്ദു കൃഷ്ണ സംസ്ഥാന പ്രസിഡന്റ് ഈ ഇങ്ങേരുടെ മുമ്പിൽ നിൽക്കുന്ന മീഡിയ വൺ വാർത്ത അത് ഷെയർ ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്, മീഡിയ വണ്ണിൻ്റെ വാർത്ത തന്നെ പോസ്റ്റ് ചെയ്യുന്നു, ഇരുട്ടുമുറിയിൽ തയ്യാറാവുന്ന ന്യായീകരണത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശിവപ്രസാദ് ഉദ്ദേശിക്കുന്നത്, SFI ഉദ്ദേശിക്കുന്നത്, ബിന്ദു കൃഷ്ണ ഇങ്ങനെ പോയി കണ്ടത്, താണുവണങ്ങി നിന്നത് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നായിരിക്കുമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ സമീപനം തന്നെയാണോ പിണറായി വിജയനോടും P രാജീവിനോടും P പ്രസാദിനോടും CPMനുള്ളത്? അല്ലെങ്കിൽ അവർ ഇങ്ങനെ പൊന്നാട അണിയിക്കാനും കാറിൽ കയറ്റാനുമൊക്കെ ആദരിക്കാനുമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ബിന്ദു കൃഷ്ണ ചെയ്ത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ, എന്താണ് CPMൻ്റെ നിലപാടെന്ന് അവർ വ്യക്തമാക്കണം. തെറ്റാണെന്നാണെങ്കിൽ എന്താണ്, പിണറായി വിജയൻ ആ തെറ്റ് തന്നെയായിരുന്നു ചെയ്തതെന്ന് പറയേണ്ടത്. ഇനി ശരിയാണെന്നാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ബിന്ദു കൃഷ്ണയെ വിമർശിക്കാൻ CPMന് അവകാശമില്ല. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് അവരാണ് യഥാർത്ഥത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടത്. എന്താണ് ഈ ബിന്ദു കൃഷ്ണ സന്ദർശിച്ച വിഷയത്തിൽ CPMൻ്റെ നിലപാട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, അവരതിൽ വ്യക്തത വരുത്തണം. അപ്പം വെള്ളാപ്പള്ളി നടേശനെ സ്റ്റേറ്റ് കാറിൽ കയറ്റുന്നു, അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കാൻ വേണ്ടി 1 ഡസൻ മന്ത്രിമാർ വേദിയിൽ കാത്തു നിൽക്കുന്നു, കുമാരനാശനവുമായിട്ട് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തുന്നു. ഈ ചെയ്തതെല്ലാം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്താൻ അവർക്ക് സാധിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ക്ലാരിറ്റി പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അപ്പം ഒരു മന്ത്രി ഒരു കാര്യം ചെയ്തു, അത് പൊതുമണ്ഡലത്തിലുണ്ട്, അപ്പോൾ സ്വാഭാവികമായും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. അപ്പോൾ ആ മന്ത്രിക്ക് അതിനെക്കുറിച്ചൊരു കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതാണ് ഇന്ന് ബിന്ദുകൃഷ്ണയുടെ കാര്യത്തിൽ കണ്ടത്. അത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അപ്പം അവർ ഇതെന്തോ മറച്ചു വെക്കാൻ ആദ്യമേ ശ്രമിച്ചു എന്ന് പോലെ തോന്നുന്നു. അവർ വെള്ളാപ്പള്ളിയെ പോലുള്ള സമുദായ നേതാവിനെ കണ്ട കാര്യമൊന്നും അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. നേരെ മറിച്ച് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച അവർ മണ്ഡലത്തിലെ എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പള്ളികൾ അതിൻ്റെ വിശദമായ ഒരു റീൽ അവരിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഇത് പുറത്തറിയരുത് എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതെന്തോ ഒരു പ്രോഗ്രസീവ് സർക്കാർ അധികാരത്തിൽ വന്നു. രാജ്യത്തുള്ള എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങൾക്കുമെതിരായി ഒരു സർക്കാർ, ഒരു പുരോഗമനമുഖമുള്ള സർക്കാർ അധികാരത്തിൽ വന്നു എന്നൊരു പെർസെപ്ഷൻ സമൂഹത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് അത് VD സതീശൻ അതിനെ നയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇത് ജാതി മത സാമുദായിക ശക്തികൾക്കെതിരായിട്ടുള്ള സെക്യുലർ മുഖമുള്ള ഒരു സർക്കാർ എന്നൊരു പെർസെപ്ഷനാണ് പൊതുവേ ഉള്ളത്. അതിന് കാരണം, ആ പെർസെപ്ഷനുള്ള കാരണം ഇതിനു മുമ്പ് 10 വർഷം ഭരിച്ച സർക്കാർ
അങ്ങനെയല്ലാത്ത ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഞാൻ ഇതിനെ പെർസെപ്ഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു പ്രതീതി മാത്രമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് CPM മന്ത്രിമാർ, CPMകാരായ മന്ത്രിമാർ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത കാര്യം പറഞ്ഞു. അതേ സ്വീകരണ വേദിയിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഹൈബി ഈഡൻ MP-യും അന്നത്തെ MLA കെ ബാബുവും. ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തവരാണ്. അതിന് കോൺഗ്രസ്സുകാർക്ക് മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ CPMനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അത് ഇവരോടും ചോദിക്കേണ്ടതല്ലേ? അവരും ജനപ്രതിനിധികളല്ലേ? നിങ്ങൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണത്തെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഹൈബി ഈഡനോടോ കെ ബാബുവിനോടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അപ്പോൾ ഈ സർക്കാരിൽ ഉള്ള മന്ത്രിമാരിൽ എത്ര പേർ, ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കി തന്നെ ഭൂരിപക്ഷം മന്ത്രിമാരെടുക്കുക, എത്ര പേർ വെള്ളാപ്പള്ളി നടേശനെ തുറന്ന് എതിർക്കുന്നവരുണ്ട്? തുറന്ന് എതിർക്കുന്നവർ ന്യൂനപക്ഷമായിരിക്കും. അതിലൊരാൾ VD സതീശനുമായിരിക്കും. അതാണ് സത്യം. ഇനി കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഇപ്പോൾ KC വേണുഗോപാൽ ആവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ VD സതീശന് വേണ്ടി ആൾക്കാർ വാദിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനൊരു ഘടകമായത്? വെള്ളാപ്പള്ളി നടേശനോടുള്ള രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും നിലപാടാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസ്സിലെല്ലാവരും വലിയ സെക്യുലറിസ്റ്റുകളും പുരോഗമന ആശയമുള്ള ആൾക്കാരും സമഭാവനയുള്ള ആളുകളൊക്കെയാണെന്ന് ധരിക്കുന്നത് വെറുതെയാണ്. ആ ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ, തുറന്ന് സംസാരിച്ചിട്ടുള്ള ആൾ VD സതീശനാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ആ ആസ്പിറേഷനിൽ വോട്ട് ചെയ്ത വോട്ടർമാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ടത്. ജനം തെരുവിലിറങ്ങിയത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് അതിനുവേണ്ടിയാണ്. അതല്ലാതെ ഈ UDF സർക്കാർ മൊത്തം ഒരു പുരോഗമന സ്വഭാവമുള്ളൊരു സർക്കാരാണ്. അതിൻ്റെ മൊത്തം ആ UDFൻ്റെ മൊത്തം നിലപാട് ഇത്തരം സാമുദായിക ശക്തികൾക്ക് എതിരാണ്, അവരുടെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാത്തവരാണ് എന്നത് തെറ്റായ ധാരണയാണ്. കാരണം ഇതിനു മുമ്പ് ഒരു UDF സർക്കാർ ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാമുദായിക സംഘടനകളോട് അത് സ്വീകരിച്ച നിലപാടെന്താണ്? NSSന് തിരുവനന്തപുരത്തെ കണ്ണായ ഭാഗത്ത് 5 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട പാളയത്തിനടുത്ത് തന്നെ 5 സെൻറ്റ് സ്ഥലം ഭൂദാനം ചെയ്തു. ഇത് SNDPക്ക് 25 ഏക്കർ സ്ഥലം വാഗമണ്ണിൽ എഴുതി കൊടുത്തു, ചുമ്മാ വെറുതെ എഴുതി കൊടുത്തു. അങ്ങനെയാണ് സാമുദായിക സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. അപ്പോൾ ഇത് എന്തോ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തൊരു മുന്നണിയാണ് UDF എന്നത് തെറ്റായ പ്രതീതിയാണ്. അതിൽ ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോൾ അത് 15 വർഷം മുമ്പുള്ള സംഭവമാണ്, അല്ലെങ്കിൽ 12 വർഷം മുമ്പുള്ള സംഭവമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വിദ്വേഷ പ്രചാരണം വ്യാപകമാകുന്നു, ആളുകൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു, സമുദായ നേതാക്കൾ ബഹുമാന്യരാണ് എന്ന് സമൂഹം ധരിക്കുന്ന സമുദായ നേതാക്കൾ തന്നെ വിദ്വേഷം പ്രസംഗിക്കുന്നു. വിദ്വേഷ പ്രസംഗത്തിന് ഭരണകൂടം പിന്തുണ കൊടുക്കുന്നു. അതായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിയല്ല എന്ന് പൊതുജനങ്ങൾക്ക് തന്നെ തോന്നി. ഇത് ശരിയായ നിലപാടല്ല, സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും പോളറൈസേഷനും ധ്രുവീകരണവും ഉണ്ടാക്കരുത് എന്ന് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് തോന്നി. ആ ജനങ്ങളുടെ ആഗ്രഹം വിളിച്ചു പറഞ്ഞ ആളായിരുന്നു VD സതീശൻ. VD സതീശൻ അത് ആ മുന്നണിയുടെ തന്നെ ഒരു മുദ്രാവാക്യമാക്കി മാറ്റി. ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അങ്ങനെ നടക്കില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കി. ജനം UDFന് വോട്ട് ചെയ്തു. അപ്പോൾ ജനം UDFന് വോട്ട് ചെയ്തത് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായ, ധ്രുവീകരണ ശ്രമത്തിനെതിരായ ജനങ്ങളുടെ എതിർപ്പ് കൊണ്ട് മാത്രമാണ് UDF വിജയിച്ചത് എന്ന് കരുതുന്ന UDFകാർ എത്ര പേരുണ്ടാവും? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോലുള്ള ആളുകൾ ജനങ്ങളെ ധ്രുവീകരിക്കാൻ നടത്തിയ ശ്രമം, ആ ശ്രമത്തിനെതിരെ എന്നാൽ UDFന് വോട്ട് ചെയ്ത് കളയാം. അതിനെ LDF പിന്തുണച്ചുകൊണ്ട് UDFന് വോട്ട് ചെയ്ത് കളയാം, അതുകൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്ന ആളുകൾ വളരെ കുറവാണ്. പല കാരണങ്ങളും അവർ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള രോഷം, LDF സർക്കാരിൻ്റെ നിലപാടുകളിൽ മന്ത്രിമാരുടെ ആറ്റിറ്റ്യൂഡ്, ആ പാർട്ടി CPM എന്ന പാർട്ടി, ആ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ആറ്റിറ്റ്യൂഡ്, ഇതിനെതിരെയൊക്കെ ആയിട്ടുള്ള ജനവികാരമാണ് ഈ UDF വിജയത്തിന് പിന്നിൽ ധരിക്കുന്ന ആളുകളുണ്ടാവും അതിൽ. അല്ലാതെ ഇത് ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായിട്ട് മാത്രം അതിനെതിരെ വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റികളുണ്ടാവും, അതിനെതിരെ വോട്ട് ചെയ്ത സെക്യുലർ മൈൻഡുള്ള ആളുകളുണ്ടാവും. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഈ പുരോഗമന ആശയമുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചൊരു മുന്നണിയുമല്ല ഇത്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്മുറക്കാരും. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റം, അവിടുത്തെ ഈഴ സമൂഹം കൂടി വോട്ട് ചെയ്തിട്ടാണ് ബിന്ദുകൃഷ്ണ ജയിക്കുന്നത്. ആ ബിന്ദുകൃഷ്ണയ്ക്ക് അത് അക്നോളജ് ചെയ്യണം, ബിന്ദുകൃഷ്ണയുടെ വോട്ട് ബാങ്കിനെ അക്നോളജ് ചെയ്യണം. അതിനുവേണ്ടി അവർ പോയി കാണുന്നു. ബിന്ദുകൃഷ്ണ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവില്ല വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രാസംഗികനാണെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം മോശം സാമൂഹിക പ്രതിനിധാനത്തിൻ്റെ ആളാണെന്നോ ബിന്ദുകൃഷ്ണൻ വിശ്വസിക്കുന്നുണ്ടാവില്ല. ഏതുപോലെ കെ ബാബുവും ഹൈബി ഈഡനും വിശ്വസിക്കാത്തതുപോലെ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ഓഡിറ്റിംഗ് വേണ്ടി വരും UDF സർക്കാരിനെ സംബന്ധിച്ച്. LDF സർക്കാരിനെ എങ്ങനെ ഓഡിറ്റ് ചെയ്തോ അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അവിടെ VD സതീശൻ സവിശേഷമായി ഓഡിറ്റ് ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തെയാണ് ഈ കാര്യത്തിൽ ഒരു ഐഡിയലായി പൊതുജനം കാണുന്നത്, സമൂഹം കാണുന്നത് VD സതീശനെയാണ്. സതീശൻ എങ്ങാനും, അതായത് ഇനി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇതുവരെ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, ഇതുവരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വേറെ അത്തരം പ്രസ്താവന ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗിനെ എന്തോ പറഞ്ഞു,
ലീഗുകാർ പ്രകടനം നടത്തി, തിരിച്ച് SNDP പ്രകടനം നടത്തിയെന്നല്ലാതെ അത്തരത്തിലുള്ള കാലുഷ്യത്തിലേക്ക് സത്യപ്രതിജ്ഞ ശേഷം പോയിട്ടില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വി ഡി സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതായിരിക്കും പ്രധാനം. അദ്ദേഹം മൗനം പാലിക്കുമോ, പിണറായി വിജയനെ പോലെ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുമോ, കവർ ചെയ്യുമോ, രക്ഷിച്ചെടുക്കുമോ എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ UDF സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക മന്ത്രിമാരെയും ഇക്കാര്യത്തിൽ ഓഡിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തമാശ വെച്ചാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ ആരെയെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം വിജയിക്കുകയും ആരെല്ലാം വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം തോൽക്കുകയും ചെയ്താണ് ഇത്രയും കാലത്തെ കേരള രാഷ്ട്രീയ ചരിത്രം. എന്നിട്ടും ഇവര് ഇയാളുടെ നന്ദി പറയാൻ വേണ്ടി പോയതായിരിക്കും. ഇനി വെള്ളാപ്പള്ളി സീക്രട്ട് ഏജന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. UDF-ന് വേണ്ടി LDF-ൽ പ്രവർത്തിച്ചു. അപ്പോൾ ഏതായാലും ഇതിലിപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, പിന്നെ വി ഡി സതീശനുമായി തൻ്റെ പിതാവ് കൂടിക്കാഴ്ച നടത്തുമെന്ന്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇനി നടക്കുമോ ഇല്ലയോ, അതെപ്പോഴാണ്, അതേക്കുറിച്ച് SFIയുടെ നേതാക്കൾ എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഇനി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് നിലവിലുണ്ട്. അതിലെ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ കേസിൻ്റെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടാണ് എന്ന് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.